ഹലോ ഫ്രണ്ട്സ്, 2022 പുറത്തിറങ്ങിയ ഒരു അടിപൊളി തെലുങ്ക് മൂവിയാണ് അമ്മു. ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂര പീഡനങ്ങളും അമ്മുവിന്റെ പ്രതികാരവുമാണ് മൂവിയുടെ ഉള്ളടക്കം. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിങ്ങിൽ അമ്മുവും രവിയും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് നടക്കുന്നത്. രവി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. രണ്ടുപേരും അയൽവാസികളാണെങ്കിലും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണമാണ്. രവിക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും മറ്റൊരു വീടെടുത്ത് മാറി. ഒരു ദിവസം രവി അമ്മുവിനോട് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു തയ്യൽ മെഷീൻ വേണമെന്ന് അമ്മു പറഞ്ഞു. രവിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളതുകൊണ്ട് രവി ഓക്കെ പറഞ്ഞു. അമ്മുവിന് കൂട്ടനായ ലിനി എന്ന ഒരു അയൽക്കാരിയുമുണ്ട്. അവർ ഒരു ടീച്ചറാണ്. അമ്മു എന്നും ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ പോയി രവിക്ക് കൊടുക്കുമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അമ്മു രവിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രവി അമ്മുവിന് വാങ്ങിക്കൊടുത്ത തയ്യൽ മെഷീനിൽ ലിനി ടീച്ചറിനോട് കാര്യമൊക്കെ പറഞ്ഞ് തച്ചുകൊണ്ടിരുന്നപ്പോൾ രവി വിളിച്ചിട്ട് 1 മണിയായിട്ട് ഫുഡ് കൊണ്ട് സ്റ്റേഷനിൽ വരാത്തതിൽ ദേഷിച്ചു. ഉടനെ തന്നെ ലഞ്ചുമായിട്ട് അമ്മു സ്റ്റേഷനിലെത്തിയെങ്കിലും അയാൾ അത് കഴിച്ചില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ രവിക്ക് അമ്മു ഫുഡ് കൊടുത്തെങ്കിലും അതും അയാൾ കഴിച്ചില്ല. രാത്രി അമ്മു രവിയുടെ പിണക്കം മാറ്റാൻ നോക്കിയെങ്കിലും അതും വിഫലമായി. അങ്ങനെ അടുത്ത മീറ്റിംഗിൽ സുരക്ഷാമിത്ര എന്ന സംഘടന രൂപീകരിച്ച് അതിൽ ആ നാട്ടിൽ തന്നെ കുറച്ചു പേരെ വോളണ്ടിയേഴ്സായി തിരഞ്ഞെടുത്ത് അവിടുത്തെ വീടുകളിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതായിരുന്നു ആ സംഘടന. 24 മണിക്കൂറും സർവൈലൻസ് ഉണ്ടായിരിക്കും. ഐഡിയ കൊണ്ടുവന്നത് തന്നെ രവിയാണ്. അതിനെ മേലുദ്യോഗസ്ഥർ വരെ അഭിനന്ദിച്ചു. അന്ന് രാത്രി കുറച്ച് പോലീസുകാർ എല്ലാം കൂടി ഒരു പാർട്ടി നടത്തി. അതിൽ അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയിൽ മദ്യപിച്ച രവി ഭാര്യ അമ്മുവിന് തന്നോട് ഒട്ടും സ്നേഹമില്ലെന്നും അവൾക്ക് തയ്യൽ മെഷീൻ മാത്രം മതിയെന്നും എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞു. ചോറ് കൊണ്ടുപോകാൻ ഒരു ദിവസം ലേറ്റ് ആയതിനെ പറ്റി പറഞ്ഞ് അയാൾ അവളെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കുറ്റപ്പെടുത്തി. അമ്മുവിന് ഫീൽ ആയെങ്കിലും അവിടെ വെച്ച് അവൾ ഒന്നും മിണ്ടിയില്ല. തിരിച്ച് ബൈക്കിൽ വന്നപ്പോൾ വഴിയിൽ നിർത്തിച്ച് സങ്കടം സഹിക്കാൻ കഴിയാതെ അമ്മു രവിയോട് നിങ്ങൾ എന്തിനാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നാൽ ദേഷ്യം വന്ന രവി അവളെ ആ വഴിയിൽ നിർത്തി ബൈക്കുമായിട്ട് പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് അമ്മു വീട്ടിൽ വന്നപ്പോൾ രവി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അയാൾ അവളെ പറ്റി ചിന്തിച്ചിരുന്നില്ല. ഇനി എന്റെ നേർക്ക് സൗണ്ട് ഉയർത്തിയാൽ നിന്നെ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് രവി പറഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് അമ്മുവും തിരിച്ചു മറുപടി കൊടുത്തു. ദേഷ്യം വന്ന രവി കയ്യിലിരുന്ന പ്ലേറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. അമ്മുവിന് ഇതൊക്കെ ഷോക്കായിരുന്നു. അടുത്ത ദിവസം അമ്മുവിന്റെ അച്ഛനും അമ്മയും അവരെ കാണാൻ വന്നു. അവരുടെ മുൻപിൽ അയാൾ നല്ലവനായി അഭിനയിച്ചു. അവരെ കാണിക്കാൻ വേണ്ടി അയാൾ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അമ്മുവും അമ്മയും സംസാരിക്കുന്നത് രവി ഒളിഞ്ഞു നിന്ന് കേട്ടു. തനിക്ക് ഉടനെ കല്യാണം കഴിക്കണ്ടായിരുന്നുവെന്നും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഒരുമിച്ച് താമസിക്കാനാണ് അവൾക്ക് ആഗ്രഹമെന്നും അവൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. എന്നാൽ രവിയുടെ സ്വഭാവമാറ്റം അമ്മു അവരോട് പറഞ്ഞില്ല. പെട്ടെന്ന് പുറത്ത് സൗണ്ട് കേട്ട് നോക്കി അമ്മുവിന് മനസ്സിലായി അയാൾ എല്ലാം കേട്ടെന്ന്. അമ്മ പോയ ശേഷം അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത രവി അവിടെ നിന്നും ഇറങ്ങി പോകാൻ ഒരുങ്ങി. എന്നാൽ അച്ഛനും അമ്മയും തങ്ങൾക്കിടയിലെ പ്രശ്നം അറിയാതെ ഇരിക്കാൻ അവൾ രവിയോട് പോകരുതെന്ന് പറഞ്ഞെങ്കിലും ദേഷ്യം വന്ന രവി അവളെ അടിച്ചു. അടിയുടെ പാട് വീട്ടുകാർ കാണാതിരിക്കാൻ അവൾ ക്രീമൊക്കെ പുരട്ടി മുഖത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അമ്മ അവളോട് തനിക്ക് വളരെ നല്ലൊരു മരുമകനെയാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ രവി തന്നെ തല്ലിയ കാര്യം അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളോട് നിന്റെ ജീവിതമാണ്, എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്ക് എടുക്കാം, അല്ലെങ്കിൽ നാളെ നിന്റെ മകളും ഇങ്ങനെ പരാതി പറയുന്നത് നീ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം അമ്മുവിന്റെ അച്ഛൻ അമ്മയെ ആദ്യമായി തല്ലിയപ്പോൾ ഇതുപോലെ അവരും അവരുടെ അമ്മയോട് പരാതി പറഞ്ഞിരുന്നു. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ തല്ലാനുള്ള അവകാശമുണ്ട്. അവരുടെ ജോലിഭാരവും വിഷമങ്ങളും തീർക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകണമെന്നായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും തിരികെ പോയി. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന രവിയുടെ യൂണിഫോമിലെ ബട്ടൺസ് ഇളകിയത് തുന്നുവായിരുന്നു അമ്മു. അയാൾ ഫോണിൽ അർജന്റായിട്ട് കോളും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് അടുപ്പിലിരുന്നത് കരിയുന്നത് കണ്ട അമ്മു അതൊന്ന് ഇളക്കി കൊടുക്കാൻ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ അവളെ തല്ലി. പിന്നെ അവളോട് ദേഷ്യപ്പെട്ടു. ഇതിനിടയ്ക്ക് അടുപ്പിന്റെ അടുത്ത് അയാൾ വെച്ച ഫയലിൽ തീ പിടിച്ചു. ദേഷ്യം വന്ന രവി അമ്മുവിനെ ബെൽറ്റ് കൊണ്ട് നല്ലപോലെ തല്ലി. അയാൾ പോയ ശേഷം അവൾ തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളുടെ ഇരിപ്പ് കണ്ട കാര്യം മനസ്സിലാക്കിയ ഭിക്ഷക്കാരൻ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ പ്രശ്നങ്ങളും ധൈര്യത്തോടെ നേരിടാൻ പഠിക്കണമെന്ന് അവളോട് പറഞ്ഞു. അയാൾ അവളെ ഉപദേശിച്ചെങ്കിലും അവൾക്ക് തന്റെ ഭർത്താവാണ് വലുതെന്ന് പറഞ്ഞ് തിരികെ രവിയുടെ അടുത്തേക്ക് തന്നെ പോയി. എന്നാൽ ആദ്യം കണ്ട രവി ആയിരുന്നില്ല അമ്മു പിന്നീട് കണ്ടത്. അമ്മ ചെയ്യുന്ന എല്ലാത്തിനും അയാൾ കുറ്റം കണ്ടെത്തി. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അയാൾ മാന്യനായും പെരുമാറി. അയാൾക്ക് കറക്റ്റ് ടൈമിൽ ആഹാരം കൊടുക്കാനും കൂടാതെ അയാളുടെ കാര്യങ്ങൾ മാത്രം കൃത്യമായി നോക്കാനുമുള്ള ഒരു വസ്തുവായിരുന്നു അമ്മു. അവൾ ചെറുതായിട്ട് തച്ച് കിട്ടുന്ന പൈസ ഒക്കെ അയാൾ അറിയാതെ അരിപ്പാത്രത്തിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചു. ഓരോ ദിവസവും രവി അമ്മുവിനെ ശാരീരിക ഉപദ്രവം ചെയ്തു. അയാൾക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ളത് കൊണ്ട് സെക്സിന് മാത്രം അയാൾ അവളെ സ്നേഹിച്ചു. ഒരു ദിവസം അമ്മുവും രവിയും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി.
എന്നാൽ അമ്മു രവി കാണാതെ തനിക്ക് ഉടനെ ഒരു കുട്ടി വേണ്ടെന്നും കൂടാതെ അയാളിൽ നിന്ന് നേരിടുന്ന ഉപദ്രവങ്ങളും അവൾ ഡോക്ടറിനോട് തുറന്നു പറഞ്ഞു. ഡോക്ടർ അവൾക്ക് അയാൾ അറിയാതെ പ്രഗ്നന്റ് ആകാതെ ഇരിക്കാനുള്ള ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ അമ്മു രവി അറിയാതെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് താൻ പ്രഗ്നന്റ് ആണോ എന്ന് ഡൗട്ട് തോന്നി അമ്മു ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്ന് കണ്ടത് അവൾ ഡോക്ടറിനെ കാണാൻ പോയി. പ്രഗ്നന്റ് ആകാതെ ഇരിക്കാനുള്ള ടാബ്ലറ്റ് കഴിക്കുന്ന താൻ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ അത് ചിലപ്പോൾ നീ അറിയാതെ രവി ടാബ്ലറ്റ് മാറ്റിയതായിരിക്കുമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഡോക്ടർ രവിയോട് അമ്മു പ്രഗ്നന്റ് അല്ലെന്നും പീരീഡ്സ് ആകാത്തത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണെന്നും കള്ളം പറഞ്ഞു. അടുത്ത ദിവസം രാത്രി നൈറ്റ് പട്രോളിംഗിന് ഇറങ്ങിയ ലിനി ടീച്ചർ ഒരു സ്ത്രീയുടെ കരച്ചിൽ ശബ്ദം കേട്ടു. സത്യത്തിൽ അത് അമ്മുവിന്റെ കരച്ചിലായിരുന്നു. ലിനി രവിയോട് സ്ത്രീയുടെ കരച്ചിൽ ശബ്ദം കേട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാളെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഇതേ സമയം അമ്മു പേടിച്ച് വിറച്ച് രവിയെ പേടിച്ച് ഒച്ച വയ്ക്കാൻ പോലും ആകാതെ ഇരിക്കുമായിരുന്നു. അടുത്ത ദിവസം തന്നെ ലിനി ടീച്ചറും ലേഡി കോൺസ്റ്റബിളും കൂടി ഓരോ വീട്ടിലും കയറി ഇറങ്ങി. എവിടെ നിന്നാണ് ഒച്ച കേട്ടതെന്ന് അന്വേഷിച്ചു. പലതവണ അമ്മു അവരോട് സത്യം തുറന്നു പറയാൻ പോയെങ്കിലും ധൈര്യം വന്നില്ല. അങ്ങനെ ലിനി ടീച്ചറും കോൺസ്റ്റബിളും അമ്മുവിന്റെയും രവിയുടെയും വീടൊഴുകി എല്ലായിടത്തും തിരക്കി. അവർക്ക് തുമ്പൊന്നും കിട്ടിയില്ല. അവസാനം രവിക്കുള്ള ആഹാരം വാങ്ങാനായി രണ്ടുപേരും അമ്മുവിന്റെ അടുത്തേക്ക് വന്നു. സാരമൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങാൻ നേരെ അമ്മു അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വാതിലും മുട്ടിയില്ല. അവൾ അവരോട് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ശേഷം ലേഡി കോൺസ്റ്റബിളും അമ്മുവും കൂടി രവിക്കെതിരെ DIGക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോയി. എന്നാൽ രവി അവിടെ വന്ന് സെന്റിമെന്റ്സ് കാണിച്ച് അമ്മുവിന്റെ കംപ്ലൈന്റ് പിൻവലിച്ചു. അങ്ങനെ അവളെ തിരികെ രവി വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തനിക്ക് ഒന്നിനും ധൈര്യമില്ല, ഒരു കഴിവുമില്ല എന്ന് ചിന്തിച്ച അമ്മു പിന്നെയും ആ വീട്ടിൽ പട്ടിയെ പോലെ പണിയെടുത്തു. രവിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ നല്ലൊരു സമയവും സന്ദർഭവും വരുമെന്ന് അവൾ ടീച്ചറിനോടും ലേഡി കോൺസ്റ്റബിളിനോടും പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് പ്രഭു എന്ന ജയിൽ പുള്ളിയെയാണ്. അയാൾ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ട് സ്വന്തം അനിയത്തിയെ കാണാൻ തിടുക്കപ്പെട്ട് വന്നെങ്കിലും അവൾക്ക് ചേട്ടനോട് ചെറിയ ദേഷ്യമുള്ളതുകൊണ്ട് അവർ തമ്മിൽ മിണ്ടിയില്ല. രാവിലെയും വൈകിട്ട് സ്റ്റേഷനിൽ വന്ന് സൈൻ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഒരു ദിവസം പ്രഭു ഫുഡുമായിട്ട് വന്ന് അമ്മുവിനെ കണ്ടു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കണ്ടുവന്ന രവിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രവി അയാളോട് ദേഷ്യപ്പെട്ടു. ശേഷം അവനോട് സ്റ്റേഷനിലെ ഡ്രെയിനേജ് ക്ലീൻ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. പ്രഭു ഒരു പാവമായതുകൊണ്ട് തന്നെ സ്റ്റേഷനിലെ മറ്റു പോലീസുകാർക്കൊക്കെ അവനോട് ഭയങ്കര കാര്യമായിരുന്നു. എല്ലാ ദിവസവും ഒപ്പിടാൻ വരുമ്പോൾ രവി പ്രഭുവിനെ കൊണ്ട് സ്റ്റേഷനിലെ പണികളൊക്കെ ചെയ്യിപ്പിക്കും. എന്നും അമ്മുവിനെ പ്രഭു കാണുന്നത് കൊണ്ട് തന്നെ അമ്മുവിന് രവിയെ നല്ല പേടിയാണ്. അയാൾ അവളെ നന്നായിട്ട് ഉപദ്രവിക്കുമെന്ന് പ്രഭുവിനും മനസ്സിലായി. ഒരു ദിവസം ബാറിൽ അടി ഉണ്ടാക്കിയിട്ട് വന്ന പ്രഭുവിന് രവി നല്ലപോലെ സ്റ്റേഷനിലിട്ട് പെരുമാറി. പ്രഭു സ്റ്റേഷനിൽ വെച്ച് അയാളോട് പറഞ്ഞു, നിങ്ങളെ തിരിച്ചടിക്കാൻ ധൈര്യമില്ലാത്ത പാവങ്ങളെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തടിക്കുമെന്ന്. എന്നിട്ട് കറക്റ്റ് അല്ലേ മാഡം എന്ന് അമ്മുവിന്റെ തൊട്ടു മുൻപിൽ നിന്ന് ലേഡി കോൺസ്റ്റബിളിനെ നോക്കി അയാൾ ചോദിച്ചു. അത് അമ്മുവിനോടാണെന്ന് മനസ്സിലാക്കിയ രവി കലി കയറി പിന്നെയും പ്രഭുവിനെ അടിച്ചു. പിന്നീട് പ്രഭുവിന്റെ പരോൾ ക്യാൻസൽ ചെയ്യാനുള്ള ലെറ്റർ രവി മുകളിലേക്ക് അയച്ചു. പ്രഭു തന്റെ അനിയത്തിയുടെ കല്യാണമാണ്, ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിൽ രവി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ദേഷ്യം വന്ന പ്രഭു രവിയെ സ്റ്റേഷനിൽ വെച്ച് തല്ലി. പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. പ്രഭുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഉടനെ തന്നെ DIG ഇൻസ്പെക്ഷൻ വരുന്ന കാര്യം അറിഞ്ഞ് പ്രഭുവിനെ അവർ ബാത്റൂമിൽ പൂട്ടിയിട്ടു. അമ്മുവിനെയും DIG കണ്ടാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ രവി അവളെയും ആ ബാത്റൂമിൽ തന്നെ ലോക്ക് ചെയ്തു. ദേ തോന്നി അമ്മു പ്രഭുവിന്റെ വായിൽ തുണി മാറ്റിയിട്ട് DIG പോകുന്നത് വരെ സൗണ്ട് ഉണ്ടാക്കരുതെന്നും മിണ്ടാതെ ഇരിക്കണമെന്നും പറഞ്ഞു. പ്രഭു അവളോട് നിങ്ങൾ എന്തിനാണ് മിണ്ടാതെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചു. അതിന് നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തറിയാമെന്ന് അമ്മു ചോദിച്ചപ്പോൾ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയതാണ് സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും അനുഭവങ്ങൾ, അതുകൊണ്ട് ഏത് പെണ്ണിനെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രഭു പറഞ്ഞു. എന്തായാലും പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പരോളിൽ ഇറങ്ങിയ പ്രഭുവിന്റെ പരോൾ രവി ക്യാൻസൽ ആക്കിയത് കൊണ്ട് താൻ ജയിൽ ചാടുമെന്ന് അയാൾ അവളോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥനാണ് വന്ന് ഡോർ തുറന്നത്. രവി DIGയുടെ കൂടെ പോയിരുന്നു. അമ്മ പോകുന്നതിന് മുമ്പ് പ്രഭുവിനോട് എനിക്കൊരു ഐഡിയ തോന്നുന്നു, അത് വർക്കൗട്ട് ആയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പരോൾ റദ്ദാക്കിയത് കൊണ്ട് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പ്രഭു പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി. രവിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടും പ്രഭുവിനെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും പോലീസുകാർ അത് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ലിനി ടീച്ചറും അമ്മുവും പ്രഭുവിന് താമസിക്കാൻ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രഭുവിനെ കാണാതായതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രഭുവിനെ എന്തോ ചെയ്തു എന്നറിയാൻ പ്രഭുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും സ്റ്റേഷന് മുന്നിൽ വന്ന് സമരം ചെയ്തു. ഒരു തെളിവുമില്ലാത്ത രീതിയിലാണ് പ്രഭു ജയിൽ ചാടിയത്. അതുകൊണ്ട് തന്നെ രവി മൊത്തത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. അമ്മ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ പ്രഭുവിനെ ഒളിപ്പിച്ചിരുന്നത്. അങ്ങനെ പ്രഭുവിന്റെ മിസ്സിംഗ് മീഡിയ വരെ ഏറ്റെടുത്തു. പ്രഭുവിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ രവിയെ സസ്പെൻഡ് ചെയ്യുമെന്ന് DIG പറഞ്ഞു. ഒരു ദിവസവും രവി ഊണും ഉറക്കവും കളഞ്ഞ് പ്രഭുവിനായി തിരഞ്ഞു. ഇതെല്ലാം അമ്മ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പ്രഭുവിന്റെ അനിയത്തിയുടെ കല്യാണ ദിവസമായിരുന്നു.
രവിക്ക് പ്രഭുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ്. ഇത്തവണ പിടിച്ചില്ലെങ്കിൽ സസ്പെൻഷൻ ഉറപ്പാകുമെന്ന് DIG താക്കീത് കൊടുത്തിരുന്നു. സ്വന്തം അനിയത്തിയും തന്നെ കണ്ടുപിടിക്കാനായി സമരം ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ പ്രഭുവിന് സങ്കടവും സന്തോഷവും തോന്നി. അങ്ങനെ പ്രഭുവിന്റെ അനിയത്തിയുടെ കല്യാണ ദിവസം അവൻ സറണ്ടർ ആകാൻ തീരുമാനിച്ചു. എന്നാൽ അമ്മുവിനെ രവിയിൽ നിന്നും രക്ഷപ്പെടുത്താതെ അവിടെ നിന്നും പോകാൻ അയാൾക്ക് തോന്നിയില്ല. പ്രഭുവിനെ പിടിക്കാൻ വേണ്ടി അനിയത്തിയുടെ കല്യാണം സ്റ്റേഷനിൽ വെച്ച് നടത്താൻ രവി പ്ലാൻ ചെയ്തെങ്കിലും കല്യാണം നല്ലതുപോലെ നടക്കുകയും ചെയ്തു. എന്നാൽ പ്രഭുവിനെ പിടിക്കാനും കഴിഞ്ഞില്ല. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന രവി പ്രഭു എപ്പോഴും പാടാറുള്ള പാട്ട് അമ്മു പാടുന്നത് കണ്ടു. അമ്മുവിൽ സംശയം തോന്നിയ രവി അമ്മു അറിയാതെ ആ വീട്ടിൽ അവൾ ആരോടൊക്കെ സംസാരിക്കുന്നു എന്നറിയാൻ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വന്ന അയാൾ അതൊക്കെ കേട്ടു. എന്നാൽ അന്ന് അയാൾക്കൊന്നും കിട്ടിയില്ല. ശേഷം DIG വന്ന് ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കപ്പെടാതെ ഇരിക്കാൻ രവി പ്രഭുവിനെ സ്റ്റേഷനിലിട്ട് തല്ലുന്ന വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു. ശേഷം അടുത്ത ദിവസം അമ്മുവും പ്രഭുവും തമ്മിലുള്ള സംസാരം ആ ഡിവൈസിലൂടെ രവി കേട്ടു. കാര്യം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ അമ്മുവിനെ അപ്പോൾ തന്നെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. രവി എത്തുന്നതിന് മുൻപ് തന്നെ അമ്മുവും ലിനി ടീച്ചറും പ്രഭുവിനെ മാറ്റി എല്ലാം സെറ്റ് ചെയ്തു. പഴയ പോലെ ആക്കിയ വീടൊക്കെ. രവി അമ്മുവിനോട് പ്രഭുവിനെ പറ്റി ചോദിച്ച് ഉപദ്രവിച്ചപ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്ന സത്യം അമ്മു തുറന്നു പറഞ്ഞു. പെട്ടെന്നൊരു അച്ഛനാകണമെന്നുള്ള ആഗ്രഹം അയാൾക്കുള്ളത് കൊണ്ട് തന്നെ രവി പിന്നെ അമ്മുവിനെ ഉപദ്രവിച്ചില്ല. രാത്രി ഉറക്കം വരാത്ത രവി പിന്നെയും അവർ തമ്മിലുള്ള വോയിസ് പുറത്തിറങ്ങിയപ്പോൾ കേട്ടു. അയാളെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നായിരുന്നു രവിക്ക്. എന്നാൽ ഇത് കണ്ട അമ്മുവിന് കാര്യം മനസ്സിലായി. അവൾ അവിടെയൊക്കെ ആ ഡിവൈസിനായി തിരഞ്ഞു. ഒടുവിൽ അവൾ അടുക്കളയിൽ നിന്ന് അത് കണ്ടുപിടിച്ചു. ഇതേ സമയം പ്രഭുവിന്റെ സംസാരം വ്യക്തമായി രവി വോയിസിലൂടെ കേട്ടു. പെട്ടെന്ന് അമ്മു അത് അവിടെ തന്നെ വെച്ചിട്ട് രവി വരുന്നതിന് മുൻപ് റൂമിലേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്നു കിടന്ന രവി അമ്മുവിനോട് ഒന്ന് ചോദിച്ചത് പോലുമില്ല. തൊട്ടടുത്ത ദിവസം പ്രഭു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ രവി മർദ്ദിച്ചതും പരോൾ ക്യാൻസൽ ചെയ്തതും അമ്മു സഹായിച്ചതുമെല്ലാം അയാൾ ആ വീഡിയോയിൽ പറഞ്ഞു. ശേഷം DIG ഓഫീസിൽ കീഴടങ്ങുവാൻ പോവുകയാണെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ കാരണക്കാരൻ രവി ആയിരിക്കുമെന്നും പ്രഭു കൂട്ടിച്ചേർത്തു. വീഡിയോ കണ്ട രവി അമ്മുവിന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ അമ്മുവിന് അന്ന് പേടിയില്ലായിരുന്നു. അവൾ അയാളിൽ നിന്നും ഡിവോഴ്സും രവി അമ്മുവിനെ ഉപദ്രവിച്ചിട്ടുള്ളതായി സമ്മതിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി വേണമെന്ന് രവിയോട് അവൾ പറഞ്ഞു. എന്നാൽ അയാൾ അത് സമ്മതിച്ചില്ല. അയാൾ അമ്മുവിനെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും എന്നെ കൊല്ലാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അമ്മു ചോദിച്ചപ്പോൾ നീ എന്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആണെന്ന് കരുതി ഞാൻ നിന്നെ കൊല്ലില്ല എന്ന് കരുതരുത്. മറ്റൊരു സ്ത്രീയിൽ നിന്നും എന്റെ ചോരയിലുള്ള കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് രവി ലാഘവത്തോടെ പറഞ്ഞു. അതിനുശേഷം അയാൾ പ്രഭു ഇപ്പോൾ എവിടെയാണെന്ന് അമ്മുവിനോട് ചോദിച്ചപ്പോൾ അമ്മു അയാളോട് കോഫിയിൽ ഷുഗർ മതിയോ എന്ന് ചോദിച്ചു. രവിയുടെ ചോദ്യത്തിന് പരസ്പര ബന്ധമില്ലാതെ മറുപടി പറഞ്ഞത് കേട്ട് ഡൗട്ട് തോന്നിയ രവി ഉടനെ തന്നെ പഞ്ചസാര പാത്രത്തിൽ നോക്കിയപ്പോൾ അയാൾ റെക്കോർഡ് ചെയ്യാൻ വെച്ച സാധനം അവൾ അതിൽ ഒളിപ്പിച്ചിരുന്നു. രവി പറഞ്ഞതെല്ലാം അവൻ അറിയാതെ തന്നെ അമ്മു റെക്കോർഡ് ചെയ്തിരുന്നു. ഇതെല്ലാം പ്രഭുവും ലിനി ടീച്ചറും കൂടി DIGക്ക് കൊടുക്കാൻ പോയി. ഇതേ സമയം DIG ഓഫീസിന് മുൻപിൽ പ്രഭുവിന്റെ സഹോദരിയും നാട്ടുകാരും ബന്ധുക്കളും പ്രഭുവിനെ കാണാൻ കൂടിയിരുന്നു. പ്രഭുവും ലിനി ടീച്ചർ കൂടി രവിയുടെ വോയിസ് റെക്കോർഡുമായി DIG ഓഫീസിലെത്തി. ശേഷം അവിടെ എത്തിയ രവി DIG കാണണമെന്ന് മറ്റു ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അയാൾ അവിടെ പ്രഭുവിന്റെ തൊട്ടടുത്ത് തന്നെ പോയിരുന്നു. ആ സമയവും രവി പ്രഭുവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതേ സമയം അമ്മുവും രവിക്ക് എതിരെ പരാതി പറയാൻ അവിടെ എത്തി. എല്ലാ തവണത്തെ പോലെയും സെന്റിമെന്റ്സ് പറഞ്ഞ് അമ്മുവിനെ വശീകരിച്ച് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഇത്തവണ അത് ഏറ്റില്ല. അങ്ങോട്ടേക്ക് വന്ന DIGയോട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറഞ്ഞു. അമ്മു തുറന്നു പറഞ്ഞു. രവിക്ക് നിശബ്ദനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സത്യാവസ്ഥ മനസ്സിലാക്കിയ രവിയെ സസ്പെൻഡ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. പ്രഭുവിനെയും പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയി. തിരികെ വീട്ടിലെത്തിയ അമ്മുവിനോട് ലിൻ ടീച്ചർ ഇനി എന്താ എന്ന് ചോദിച്ചു. എന്നാൽ അവൾ ആ ചോദ്യത്തിന് മുൻപിൽ പതറിയില്ല. ഇടയിൽ തന്നെ രവി അറിയാതെ അമ്മു വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ അവസാനം തിരികെ വീട്ടിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്മു മുൻപ് കണ്ട ഭിക്ഷക്കാരന് ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്തു. അയാൾ അവളുടെ തീരുമാനത്തെ അനുകൂലിച്ചു. ശേഷം രണ്ടുപേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ തീരുകയാണ്. അങ്ങനെ അമ്മുവിന്റെ ആത്മധൈര്യവും ദൃഢ തീരുമാനവും അവൾക്ക് പുതുജീവൻ നൽകി.